أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പൊന്നുമക്കളെ, സുഖമാണോ? സുഖമാണോ? എന്താ എന്നെ നോക്കാത്തെ? സുഖമാണോ? അൽഹംദുലില്ലാ. എല്ലാവരും ബോർഡിലേക്കാണ് നോക്കുന്നത് ഇല്ലേ? ബോർഡിലുള്ള വാഹനത്തെ എവിടെയോ കണ്ടിട്ടുണ്ടോ? എന്നാൽ പുസ്തകം തുറക്കൊന്നും വേണ്ട കേട്ടോ. ഇൻഷാ അല്ലാഹ് ഉസ്താദ് പറയുമ്പോൾ കാണാം. അള്ളാഹു നല്ല മക്കളാക്കട്ടെ, എല്ലായിടത്തും അള്ളാഹു വിജയിപ്പിക്കട്ടെ. നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കും ഉസ്താദന്മാർക്കൊക്കെ അള്ളാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അൽഹംദുലില്ലാ. ബോർഡിൽ എന്താ ഉള്ളേ? തീവണ്ടി അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എവിടുന്നാ കണ്ടേ? ചില കുട്ടികൾ എപ്പോഴും കാണുന്നുണ്ടല്ലേ, ചില കുട്ടികൾ കണ്ടിട്ടില്ല. കാണാത്ത കുട്ടികൾക്ക് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ഉപ്പ ഉമ്മ അവരോടൊക്കെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുമ്പോൾ കാണിച്ചു തരാൻ പറഞ്ഞാൽ മതി. ചില കുട്ടികൾ കയറിയിട്ടുണ്ട് അല്ലേ? നിങ്ങൾ കയറിയിട്ടുണ്ടോ തീവണ്ടിയിൽ? നല്ല സുഖമാണല്ലേ? അൽഹംദുലില്ലാ. തീവണ്ടിക്ക് കുറേ ബോഗികൾ ഉണ്ടാകും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഓരോ ബോഗികൾ ഇങ്ങനെ ഉണ്ടാവും. കണ്ടിട്ടില്ലേ? എന്നാൽ വേണമെങ്കിൽ കണ്ടോട്ടോ. തീവണ്ടിയുടെ ചിത്രം നോക്കിയേ. കണ്ടോ? തീവണ്ടി കണ്ടോ? അതിനിങ്ങനെ ഓരോരോ ബോഗികൾ കാണുന്നുണ്ടോ? റൂം പോലെ അല്ലേ? അതുപോലെ ഒരു തീവണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. ചിത്രമാണ് അല്ലേ? അതിൻ്റെ എൻജിന് ഇവിടെ ഉള്ളു കേട്ടോ. ഇനി ബോഗികൾ എത്തിയിട്ടില്ല. നമുക്ക് ബോഗികളെ കൊണ്ടുവന്നാലോ? നിങ്ങളുണ്ടോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഇൻഷാ അല്ലാഹ് ഒന്നാമത്തെ ബോഗി വെക്കാണ്. ഈ ബോഗിക്കൊരു പേരുണ്ട്. ആ പേര് നിങ്ങൾ വായിക്കണം. വായിച്ചോട്ടോ. ഇപ്പം തന്നെ വായിക്കണോ? വേണ്ട, ഉസ്താദ് വെച്ചതിൻ്റെ ശേഷം മെല്ലെ നോക്കുക, എന്നിട്ട് ഉസ്താദ് പറയുമ്പോൾ വായിക്കാം. ശരിക്കും നോക്കിക്കോ. ഒന്നാമത്തെ ബോഗി വെച്ചു. തീവണ്ടി പോയിട്ടില്ല കേട്ടോ. അപ്പോൾ പോവണമെങ്കിൽ എല്ലാ ബോഗിയും വേണ്ടേ? അപ്പോൾ ഒന്നാമത്തെ ബോഗി വെച്ചിട്ടുണ്ട്. ആ ബോഗിയുടെ പേരെന്താ? എന്താ എഴുതിയിട്ടുള്ളതിൽ? മാഷാ അല്ലാഹ്. ഏതാണ് സാധനം അല്ലേ? ഇതാണോ? ഇതാണ് അല്ലേ? വെളുത്ത് നിൽക്കുന്ന നിങ്ങൾക്കില്ലേ? ചില കുട്ടികൾക്കൊക്കെ പോയിട്ടുണ്ട്, പുതിയത് വരും. ഇതിൻ്റെ പേരെന്താ? ഈ ബോഗിയുടെ പേരെന്താ? സിന്നുൻ. മാഷാ അല്ലാഹ്. എന്താ പേര്? സിന്നുൻ. അൽഹംദുലില്ലാ. ഒന്ന് ഉഷാറായിട്ട് പറയും. സിന്നുൻ. ഇനി വേറൊരു ബോഗി വെക്കാട്ടോ. വെക്കട്ടെ? രണ്ടാമത്തത് വെക്കാണ്. വെക്കണ്ടോ? നോക്കിക്കോ. രണ്ടാമത്തെ ബോഗി വെച്ചു. ഇത് രണ്ടാമത്തിന് പറയാ. ബൈക്ക് കാണുന്നില്ലേ? ശരിക്കും നോക്കിയേ. നബ്ത്വൻ. എന്ത് പറയും? നബ്ത്വൻ. മാഷാ അല്ലാഹ്. ഇനി വേറെ ബോഗി വെച്ചാലോ? വെക്കട്ടെ? ഇതാ പോണിട്ടോ. പോകുന്നുണ്ട്. ഇതാ പോകുന്നേ.
വെച്ചു. മൂന്നാമത്തെ ബോഗിയായി. ഇതിൻ്റെ പേരെന്താ? ഈ ബോഗിയുടെ പേരെന്താ? ഷജറത്തുൻ. മാഷാ അല്ലാഹ്. ഒന്നാമത്തെ ബോഗിന്റെ പേര് സിന്നുൻ, പിന്നെ നബ്തുൻ, പിന്നെ ഷജറത്തുൻ. കണ്ടോ? എന്താ? സിന്നുൻ, നബ്തുൻ, ഷജറത്തുൻ. എന്ന് പറഞ്ഞ്. സിന്നുൻ, നബ്തുൻ, ഷജറത്തുൻ. ഒന്നും കൂടെ ഉഷാറായിട്ട് പറയും. സിന്നുൻ, നബ്തുൻ, ഷജറത്തുൻ. ഇനി വേറൊരു ബോഗിയും കൂടിയും വെക്കട്ടെ. നോക്കിക്കോ. ഇതാ ഇപ്പൊ 4 ബോഗി ഉസ്താദ് വെച്ചു. തീവണ്ടിയെ കണ്ടോ? 4 ബോഗി ഉണ്ട്. ഇതിന്റെ പേരെന്താ? സിന്നുൻ, നബ്തുൻ, ഷജറത്തുൻ, റുക്നുൻ. ഇതിൽ ഒന്നാമത്തത് ഏതാ? ഇവിടുന്നല്ലേ നോക്കുക. 1, 2, 3, 4. ഇനി ഉസ്താദ് ചോദിക്കട്ടെ നിങ്ങളോട്, ഇതിൽ 4ാമത്തെ ബോഗിയുടെ പേരെന്താ? എന്താ? റുക്നുൻ. ഇതല്ലേ? മാഷാ അല്ലാഹ്. റുക്നുൻ. അൽഹംദുലില്ലാ. ഇനിയോ 2ാമത്തെ ബോഗിയുടെ പേരെന്താ? നബ്തുൻ. അൽഹംദുലില്ലാ. 1ാമത്തെ ബോഗിയുടെ പേരെന്താ? സിന്നുൻ. അൽഹംദുലില്ലാ. എന്നാ തീവണ്ടി പോയിക്കോട്ടെ അല്ലേ? തീവണ്ടിയെ വിടാൻ നമുക്ക്. പോയിക്കോട്ടെ. എന്നാ കണ്ണടച്ചേ. ശരിക്കും അടച്ചാലേ തീവണ്ടി പോവുള്ളൂ. കണ്ണ് തുറന്നു നോക്കിയേ. തീവണ്ടി പോയിട്ടുണ്ടോ? 4 ബോഗി പോയിട്ടുണ്ട് അല്ലേ? മാഷാ അല്ലാഹ്. ഇപ്പോഴും എഞ്ചിൻ അവിടെ തന്നെ ഉണ്ട്. ഇത് പോകുവോ? ഇല്ലല്ലോ. ഉണ്ടോ? ഇത് പോവോ? ഫോട്ടോ അല്ലേ? ഫോട്ടോ പോവോ? ഇല്ല. മാഷാ അല്ലാഹ്. അല്ലാഹു തആല ബറക്കത്ത് നൽകട്ടെ. ആമീൻ. ഇനി വേറൊരു ബോഗി ഉസ്താദ് വെക്കുകയാണ്. എൻ്റെ മക്കൾ വായിക്കണം കേട്ടോ. ഇതാ വേറൊരു ബോഗി ഉസ്താദ് വെച്ചു. ഇതെന്താ വായിക്കുക? തംറുൻ. എന്താ വായിക്കുക? തംറുൻ. ഷാറായിട്ട്. തംറുൻ. ഇനി വേറൊന്ന് വെക്കുന്നേ. പുസ്തകം തുറക്കരുതേ. ചില കുട്ടികൾ പുസ്തകം തുറന്ന് വെച്ചിട്ടുണ്ടല്ലോ. പുസ്തകം തുറക്കാൻ ഉസ്താദ് പറയുമ്പോൾ തുറന്നാൽ മതി. അടച്ചു വെക്ക്. അൽഹംദുലില്ലാ. നോക്കിക്കേട്ടോ. ഇതാ അടുത്ത ബോഗി വന്നേ. എന്താ? വായിക്ക്. ബോഗിയുടെ പേര് വായിക്ക്. ജബലുൻ അല്ലേ? ജബലുൻ. അൽഹംദുലില്ലാ. ഒന്നുകൂടെ ഉഷാറായിട്ട് പറഞ്ഞേ. ജബലുൻ. ഇനി വേറൊന്നിങ്ങനെ വന്നു. അദബുൻ അല്ലേ? ആണോ? അല്ല. എന്താ വായിക്കുക? ഹജ്മുൻ. എന്താ വായിക്കുക? ഹജ്മുൻ. അൽഹംദുലില്ലാ. ഒന്നുകൂടെ. ഹജ്മുൻ. ഉഷാറായിട്ട്. ഹജ്മുൻ. 1ാമത്തെ ബോഗിയുടെ പേരെന്താ? തംറുൻ. 2ാമത്തേതോ? ജബലുൻ. 3ാമത്തേതോ? ഹജ്മുൻ. ഇനി അടുത്തൊരു ബോഗി കൂടെ വന്നേ. ഇതിന്റെ പേരെന്താ? ലബിനുൻ. എന്താ? ലബിനുൻ. ഇനി ചോദിക്കട്ടെ, 3ാമത്തെ ബോഗിയുടെ പേരെന്താ? 1, 2, 3. ഹജ്മുൻ. 1ാമത്തേതോ? തംറുൻ. അൽഹംദുലില്ലാ. ഒന്നുകൂടെ ഉഷാറായിട്ട്. തംറുൻ. 1ാമത്തേത് തംറുൻ. 2 ജബലുൻ. 3 ഹജ്മുൻ. 4 ലബിനുൻ. അൽഹംദുലില്ലാ. ഇനി എൻ്റെ മക്കൾ ഒന്നുകൂടെ നന്നായിട്ട് കണ്ണടച്ചേ. കണ്ണ് തുറന്നേ.
ബോർഡിൽ നോക്കിയേ, മാറിയില്ലേ? തീവണ്ടി പോയിട്ടുണ്ടോ? ബോഗികളൊക്കെ മാറിയില്ലേ? മാറിയോ? ഇല്ല. അതന്നെയല്ലേ, ഒന്നുകൂടെ വായിച്ചേ. തംറുൻ ജബലുൻ ഹജ്മുൻ ലബിനുൻ. അൽഹംദുലില്ലാ. ഇനി ഒന്ന് കണ്ണടച്ചേ. അത് പറയുന്നത് കേൾക്കണം കേട്ടോ. ചില കുട്ടികൾ കണ്ണടക്കണില്ലല്ലോ. നന്നായിട്ട് കണ്ണടച്ചേ. അടച്ചോ? കണ്ണ് തുറന്നേ. അൽഹംദുലില്ലാ. അള്ളാഹു നല്ല മക്കളാക്കട്ടെ. നല്ല അനുസരണയുള്ള കുട്ടികളല്ലേ. ഉസ്താദ് കണ്ണടക്കാൻ പറയുമ്പോൾ കണ്ണടക്കും, എണീക്കാൻ പറയുമ്പോൾ എണീക്കും, പഠിക്കാൻ പറയുമ്പോൾ പഠിക്കും, എഴുതാൻ പറയുമ്പോൾ എഴുതും, പാടാൻ പറയുമ്പോൾ പാടും, ഉമ്മ പറയണൊക്കെ കേൾക്കൂലേ? ഇല്ലേ? അങ്ങനെയുള്ള കുട്ടികൾ അള്ളാഹുവിന് നല്ല ഇഷ്ടമായിരിക്കും. അള്ളാഹുവിൻ്റെ ഇഷ്ടം വാങ്ങിയാലോ നമുക്ക് വേണ്ടതൊക്കെ അള്ളാഹു തആല തരും. അള്ളാഹു നല്ല മക്കളാക്കട്ടെ. ആമീൻ. ബോർഡിൽ ഇപ്പോൾ ബോഗികൾ ഉണ്ടോ? എൻജിൻ മാത്രമേ ഉള്ളൂ അല്ലേ? ഇനി നമുക്ക് പുതിയ ബോഗി കൊടുത്താലോ? നോക്കിക്കട്ടോ, ഇതാ പുതിയ ബോഗി കൊടുത്തു. ബോഗിയുടെ പേരെന്താ അറിയോ? ഒന്ന് പറഞ്ഞേ. ആ, ഇങ്ങനെ പിടിക്കൂലേ, വെള്ളമൊക്കെ നിറക്കും. എന്താ പേര്? ദൽവൻ. എന്താ? ദൽവൻ. മാഷാ അല്ലാഹ്. ഒന്നുകൂടെ. ദൽവൻ. എന്നാ അടുത്ത ബോഗി എടുത്തിട്ടോ. ഇതാ ഇബറൻ. പറഞ്ഞേ. ഈ ആണോ? അല്ല. എന്താ? ബാബുൻ. എന്താ ബോഗിയുടെ പേര്? ബാബുൻ. അൽഹംദുലില്ലാ. ഒന്നുകൂടെ ഉഷാറായിട്ട്. ബാബുൻ. സൗണ്ട് പോരട്ടോ, ഉഷാറായിട്ട് പറയും. ബാബുൻ. ഒന്നാമത്തെ ബോഗി ഏതാ? ദുൽവുൻ. രണ്ട് ബാബുൻ അല്ലേ? മാഷാ അല്ലാ. ഈ മൂന്നാമത്തെ ബോഗി വെക്കട്ടോ. ഇതാ പോന്നേ. വെച്ചു. മൂന്നാമത്തെ വെച്ചു. എന്താ വായിക്കുക? നല്ല സ്മെല്ലുണ്ടാവൂലേ? ഇല്ലേ? ഈ ബോഗിക്ക് നല്ല സ്മെല്ലുണ്ടാവുമോ? ഇതിന്റെ പേരെന്താ? വർദ്വൻ. എന്താ പേര്? വർദ്വൻ. ഒന്നുകൂടെ ഉഷാറായിട്ട്. വർദ്വൻ. അൽഹംദുലില്ലാ. 3 ബോഗിയായി. ഈ നാലാമത്തെ ബോഗിയുടെ പേര് നോക്കിക്കട്ടോ. ലാസ്റ്റ് ബോഗി. ഇനി മതിയില്ലേ? എന്താ? യദ്വൻ. എന്താ? യദ്വൻ. ദൽവൻ ബാബുൻ വർദ്വൻ യദ്വൻ. മാഷാ അല്ലാഹ്. ഒന്നുകൂടെ പറഞ്ഞേ. ദൽവൻ ബാബുൻ വർദ്വൻ യദ്വൻ. ഇനിങ്ങനെ ചെവി ഇങ്ങനെ പൊത്തിപ്പിടിച്ചേ നന്നായിട്ട്. എന്നിട്ട് ഉസ്താദ് ഇങ്ങനെ ചൂണ്ടുന്നത് നിങ്ങൾ നല്ല ശബ്ദത്തിൽ പറയണം കേട്ടോ. ഇതാ നല്ല ശബ്ദത്തിൽ പറയും. അടുത്ത് യദ്വൻ. ഇതിൽ രണ്ടാമത്തത് ഏതാ? ബാബുൻ. മൂന്നാമത്തെ ബോഗിയിൽ എന്താ പേര്? വർദ്വൻ. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ പറഞ്ഞ് ഉസ്താദ് എത്ര ബോഗി കാണിച്ചെന്ന് അറിയാം? ആദ്യം 4 കാണിച്ചു തന്നു, പിന്നെ 4 കാണിച്ചു തന്നു, പിന്നെ 4 കാണിച്ചു തന്നു. അങ്ങനല്ലേ ചെയ്തേ? അൽഹംദുലില്ലാ. അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. ഇനി എൻ്റെ പൊന്നു മക്കള് നിങ്ങളുടെ പുസ്തകം തുറന്നേ. നിങ്ങളുടെ പുസ്തകത്തിൽ ഇതുപോലൊരു തീവണ്ടി ഉണ്ട്. നോക്കിയേ, പെട്ടെന്ന് തുറക്കണേ. തുറന്നോ? അൽഹംദുലില്ലാ. എങ്ങനെയുള്ള തീവണ്ടിയാണ്? ആദ്യം 4 പിന്നെ മേലേക്ക് വെച്ചിട്ടുണ്ട് അല്ലേ? കണ്ടോ? ഇതുപോലെയല്ലേ? ആണോ? ആണില്ലേ? ശ്രദ്ധിച്ചു നോക്കിയേ. ഇങ്ങനെയാണ് തീവണ്ടി ഉള്ളത്. സിന്വൻ ഫസ്റ്റ് ബോഗി, പിന്നെ നബത്വൻ. നോക്കിയേ, നിങ്ങളുടെ തീവണ്ടി നോക്ക്, നല്ല ഭംഗിയില്ലേ? നിങ്ങൾക്ക് തീവണ്ടി വരയ്ക്കാൻ അറിയോ? അറിയുമെങ്കിൽ വരച്ചിട്ട്
ഇതുപോലെ ഓരോ ബോഗിക്കും പേര് കൊടുക്കുക. ഫസ്റ്റ് സിന്നുൻ, നബത്വൻ, ഷജറത്വൻ, റുക്നുൻ. പിന്നെ ഏതാ ഇതിങ്ങനെ വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഇത് വായിക്കാം. ലബിനുൻ, ഹജ്മുൻ, ജബലുൻ, തംറുൻ. പിന്നെ ഇങ്ങനെ വന്നു ദൽവുൻ, ബാബുൻ, വർദ്വൻ, യദ്വൻ. മാഷാ അല്ലാഹ്. കണ്ടോ എൻ്റെ പൊന്നു മക്കള്? ഫസ്റ്റത്തെ ബോഗിന്റെ പേരെന്താ? പുസ്തകം നോക്കിയിട്ട് പറഞ്ഞേ. സിന്നുൻ. രണ്ടാമത്തേതോ? നബ്തുൻ. മൂന്നാമത്തേതോ? ഷജറത്തുൻ. നാലാമത്തേതോ? റുക്നുൻ. അഞ്ചോ? ലബിനുൻ. 6. ഹജ്മുൻ. 7. ജബലുൻ. 8. തംറുൻ. 9. ദൽവുൻ. 10. ബാബുൻ. 11. വർദ്വൻ. 12. യദ്വൻ. അൽഹംദുലില്ലാഹ്. നല്ല മക്കളല്ലേ? എന്തും വായിക്കാനൊക്കെ എൻ്റെ പൊന്നുമക്കൾക്ക് കഴിയും. ചില കുട്ടികൾക്ക് പ്രയാസമുണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് എൻ്റെ മക്കളും അധ്വാനിച്ചാൽ ഉഷാറായാലും ഉമ്മയും ഉപ്പയൊക്കെ പറഞ്ഞതുപോലെ ചെയ്താൽ നിങ്ങൾക്കും നല്ല ഉഷാറായി വിജയിക്കാനും ഒന്നാമനാവാനും ഒക്കെ കഴിയും. അള്ളാഹു നല്ല മക്കളാക്കട്ടെ. ആമീൻ. ആമീൻ പറ. ആമീൻ. നിങ്ങൾ ആ തീവണ്ടിൻ്റെ താഴെ ഒരു 4 ബോക്സിൽ 4 ചിത്രം കണ്ടോ? നോക്കിയേ, 4 ചിത്രം. എന്തിൻ്റെയൊക്കെ ചിത്രം അതിലുള്ളത്? ഫസ്റ്റ് മൂക്കിൻ്റെതാണോ കണ്ണിൻ്റെതാണോ ചെവിയുടെ ചിത്രം ഉള്ളത്? 3 അല്ലല്ലേ? എന്തിൻ്റെ ചിത്ര? കാലിൻ്റെ ചിത്രമാണ് അല്ലേ? അല്ലേ? അതും അല്ലേ? പിന്നെ ഏതാ? കൈയിൻ്റെ ചിത്രമാണ് അല്ലേ? കൈയിൻ്റെ ചിത്രമാണ്. രണ്ടാമത്തേതോ? മാഷാ അല്ലാഹ്. മൂന്നാമത്തേതോ? നാലാമത്തേതോ? പല്ലിൻ്റെ ചിത്രമാണ്. അപ്പം 4 ചിത്രം താഴെ കണ്ടോ? മാഷാ അല്ലാഹ്. ഈ 4 ചിത്രത്തിനും അറബിയിൽ പറയുന്ന പേരുണ്ട് അല്ലേ? ഒന്നാമത്തെ ചിത്രത്തിന് അറബിയിൽ എന്താ പറയാ? യദ്വൻ. എന്താ പറയാ? സൗണ്ട് ഇല്ലല്ലോ. യദ്വൻ എന്നാ പറയാം. രണ്ടാമത്തെ ചിത്രത്തിനോ? ഹജ്മുൻ. എന്താ പറയാ? പറഞ്ഞു നമ്മള്. ഹജ്മുൻ. അൽഹംദുലില്ലാഹ്. അടുത്ത ചിത്രത്തിനോ? ജബലുൻ. മാഷാ അല്ലാഹ്. അടുത്ത ചിത്രത്തിനോ? സിന്നുൻ. അൽഹംദുലില്ലാഹ്. ഇനി എൻ്റെ പൊന്നു മക്കള് ഒരു വർക്ക് ചെയ്യോ? ക്ലാസ് കഴിഞ്ഞിട്ടാ ചെയ്യണ്ട, ഇപ്പോഴല്ല. ക്ലാസ് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. എന്താ അറിയോ? നിങ്ങൾ ആ തീവണ്ടിയുടെ ബോഗിയൊക്കെ കണ്ടില്ലേ? കണ്ടോ? തീവണ്ടി ഇഷ്ടായോ? അൽഹംദുലില്ലാഹ്. ആ തീവണ്ടിയിൽ നമ്മൾ ഈ കണ്ട 4 ചിത്രം ഇല്ലേ? ആ 4 ചിത്രത്തിൻ്റെയും പേരുണ്ടോ നോക്കിയേ. ഫസ്റ്റത്തെ ചിത്രത്തിൻ്റെ പേരെന്താ? യദ്വൻ. യദുണ്ടോ ഇല്ലേ? നോക്ക്, വേഗം നോക്ക്. ഉണ്ട്. ഫസ്റ്റത്തേതാണോ ലാസ്റ്റത്തെ ബോഗിയാണോ? ലാസ്റ്റ് ബോഗില്ലേ? മുകളിൽ ഇങ്ങനെ കണ്ടില്ലേ? ഇതാ കണ്ടോ? അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാണുന്നുണ്ടോ? യെസ്, ഇതാണ് നമ്മുടെ കൈ അല്ലേ? അപ്പൊ ഒന്ന് നിങ്ങൾ കണ്ടല്ലോ. ഇനി രണ്ടാമത്തത് എന്താ? ഹജ്മുൻ. ഹജ്മുൻ ഇന്ന് ഏതെങ്കിലും ബോഗിക്ക് പേരിട്ടിക്കണോ നോക്കിയേ. കണ്ടില്ലേ? ചില കുട്ടികളൊക്കെ ആ ബോഗി കണ്ടിട്ടുണ്ട്. കണ്ടോ? ഹജ്മുൻ. ദാ ഇവിടെ ചൂണ്ട നോക്കിയേ. ഹജ്മുൻ. അൽഹംദുലില്ലാഹ്. ഇനി അടുത്തത് ഏതാ ഉള്ളത്? കണ്ടോ? എന്താ അതിന്റെ പേര്? ആ ബോഗിയുടെ പേരെന്താ? ജബലുൻ. ജബലുൻ. അതെവിടെ ഉള്ളത്? നേരത്തെ കണ്ടതിന്റെ അടുത്തന്നെയുള്ള ബോഗിയാണ്. ജബലുൻ. ഹജ്മുൻ ബോഗി, ജബലുൻ. പിന്നെ ഒന്നുകൂടെ ഉണ്ട്.
സിൻവൻ. അതേതാ? ഏതാ? നിങ്ങൾ കണ്ടോ? ഏതാ? ഫസ്റ്റത്തെ തന്നെയാണ് അല്ലേ? സിൻവൻ. നീ എന്താ ചെയ്യണ്ട അറിയോ? എൻ്റെ മക്കള് താഴെ ഒരു നല്ല TV ഇങ്ങനെ കാണുന്നുണ്ടോ? കണ്ടോ? ആകാശനീല കളറിൽ ഒരു അടിപൊളി നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി വെച്ചതാണത്. നിങ്ങൾ എഴുതുവോ? എന്താ എഴുതേണ്ട അറിയോ? അത് പറഞ്ഞു തരട്ടെ. നമ്മൾ ബോഗിയിൽ കുറേ പദങ്ങൾ പഠിച്ചു. 12 പദങ്ങൾ നമ്മൾ പഠിച്ചു. അതിൽ നിന്ന് നോക്കണേ, അതിൽ നിന്ന് താഴെ ഒരു 4 ചിത്രം കണ്ടില്ലേ? ആ 4 ചിത്രത്തിൻ്റെ പേരും അല്ലാത്തത്. ഈ 4 ചിത്രത്തിൻ്റെ പേര് എഴുതണ്ടേ? ഈ 4 ചിത്രത്തിൻ്റെ പേരിപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ? 1 യദ്വൻ, 2 ഹജ്മൻ, 3 ജബലുൻ, 4 സിൻവൻ. ഇത് 4 അല്ലാത്ത എത്ര വാക്കുണ്ട്? 8 വാക്കുണ്ടാവും. ആ 8 വാക്കുകൾ നല്ല ഭംഗിയിൽ വൃത്തിയിൽ എല്ലാവരും നല്ല എഴുത്താട്ടോ എന്ന് പറയുന്ന അവസ്ഥയിൽ എന്തു ചെയ്യാം? എൻ്റെ മക്കൾ താഴെ എഴുതിയിട്ട് നിങ്ങളുടെ ഉസ്താദിന് എന്തു ചെയ്യണം? അയച്ചു കൊടുക്കണം. അയച്ചു കൊടുക്കോ? ഏതൊക്കെയാ എഴുതണ്ടെന്ന് പറഞ്ഞേ? 12 എഴുതണോ? വേണ്ട, 4 എണ്ണം ഒഴിവാക്കാം. ഏതൊക്കെ ഒഴിവാക്കണ്ടേ? ഫസ്റ്റ് ഒഴിവാക്കേണ്ടത് ഇത്, കൈ ഒഴിവാക്കുക. എൻ്റെ പേരെന്താ? യദ്വൻ. അപ്പം അത് നമ്മൾ എന്ത് ചെയ്യണ്ട? താഴെ എഴുതണ്ട. യദ്വൻ എഴുതണ്ട. പിന്നെ ഹജ്മുൻ എഴുതണ്ട. പിന്നെ ജബലുൻ എന്ന് എഴുതണ്ട. പിന്നെ ഏതും എഴുതണ്ട. ഫസ്റ്റ് ബോഗിയില്ലേ സിന്നുനൊന്നും എഴുതണ്ട. നിങ്ങൾ ബോഗി ഇതിൻ്റെ ഉള്ളിൽ വരക്കണോ? ഇതിൻ്റെ ഉള്ളിൽ തീവണ്ടി ബോഗി ഒന്നും വരക്കണ്ടേ? പേര് മാത്രം എഴുതിയാൽ മതി. പിന്നെ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ കഴിയുമെങ്കിൽ ഒരു ചാർട്ടിൽ മനോഹരമായിട്ട് തീവണ്ടിയൊക്കെ വരച്ചിട്ട് അതിൽ ഇതിൻ്റെ ബോഗിയൊക്കെ ഇങ്ങനെ വരച്ച് നിങ്ങളുടെ ഉസ്താദിന് അയച്ചു കൊടുത്താൽ ഉറപ്പാണ് ഉസ്താദുമാർ നിങ്ങൾക്ക് മദ്രസയിൽ ചെന്നാൽ സമ്മാനം തരും. എഴുതിയ കുട്ടികൾ മദ്രസ ഒക്കെ തുറന്നതിന് ശേഷം ഉസ്താദിനോട് ചോദിച്ചാൽ മതി, ഉസ്താദെ ഞാൻ നാള് ഒരു തീവണ്ടി വരച്ചിരുന്നു, എന്നിട്ട് അതിന് ബോഗിയൊക്കെ ഇട്ട് ചിത്രമൊക്കെ എഴുതൊക്കെ ചെയ്തിരുന്നു, പേരൊക്കെ കൊടുത്തിരുന്നു, എനിക്ക് സമ്മാനം തരുമോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ നല്ല ഉസ്താദ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് സമ്മാനം തരും. അള്ളാഹു നല്ല മക്കളാക്കട്ടെ. ഇന്നോ നീറ്റുന്നേ സ്വലാത്ത് ചെല്ലാം. ചെല്ലട്ടെ. ഇങ്ങനെ പിടിക്ക്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അൽഹംദുലില്ലാഹ്. അള്ളാഹു എല്ലായിടത്തും എൻ്റെ പൊന്നുമക്കളെ വിജയിപ്പിക്കട്ടെ. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകട്ടെ. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.